Hello friends, I am Hasna. Welcome to my YouTube channel. Today I am starting with first module of basic instructional method. The first module is overview of learning, instruction and instructional method. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ലേണിങ്ങിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലേണിങ്ങും ഇൻസ്ട്രക്ഷനും തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ലേണിംഗ് എന്താണെന്ന് നോക്കാം. അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. നമ്മൾ എന്ത് കാര്യവും നമ്മൾ ഗ്രഹിക്കുന്നതിനെ, നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതിനെ നമ്മൾ ലേണിംഗ് എന്ന് പറയും. അതിനൊരു ടീച്ചറിൻ്റെ ആവശ്യം പോലും ഇല്ല. അതൊരു നമ്മുടെ ജനനം മുതൽ നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ കണ്ടിന്യൂ ചെയ്യുന്നൊരു പ്രോസസ്സാണത്. ഒരാൾ ലേണിങ് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ, സോ ഈവൻ നമ്മുടെ ആനിമൽസ്, ഇൻസെക്ട്സ് ഒക്കെ ലേൺ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബിക്കോസ് അതുകൊണ്ടാണ് നമുക്ക് അവരെ ടൈം ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഒരു കോട്ടുണ്ട്, നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. അവസരമാണ് ആവശ്യത്തിൻ്റെ മാതാവ് എന്ന് കേട്ടില്ലേ? അതാണ്. അപ്പോൾ നമുക്ക് അവസരം കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങളും അധികരിക്കും. അതിനനുസരിച്ച് നമ്മൾ ലേൺ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, സോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വി നാച്ചുറലി ട്രൈ ടു ലേൺ ഓർ ഇൻവെൻറ്റ് സംതിങ്. ഓക്കെ, ചില സമയത്ത് ലേണിംഗ് ഹാപ്പൻ ചെയ്യുന്നത് ടീച്ചർ ഇല്ലാതെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ടീച്ചറിൻ്റെ ആവശ്യം പോലും ഇല്ല പഠിക്കാൻ വേണ്ടി. ഇന്ന് നമ്മുടെ ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈവൻ ദിസ് ലെക്ചർ ഈസ് വിതൗട്ട് എ ടീച്ചർ ഗൈഡൻസ് എന്ന് പറയാം. ഓക്കെ, വി ആർ ഓൾ സ്റ്റഡിങ്. ഓക്കെ, സോ ബട്ട് എ ഗുഡ് ടീച്ചർ മേക്സ് ലേണിംഗ് മോർ എഫക്റ്റീവ് ആൻഡ് മീനിങ് ഫുൾ. പക്ഷേ ഒരു എഫക്റ്റീവായിട്ട് ലേണിംഗ് ചെയ്യുന്നതിലൂടെ ഒരു ടീച്ചർക്ക് മറ്റൊരു കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ആ ഒരു ലേണിംഗ് പ്രോസസ്സ് കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ടീച്ചിങ് മെത്തേഡ്സ് ലേണിങ്ങിനെ ഇംപ്രൂവ് ആക്കുന്നു എന്ന് പറയുന്നത്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഓൾവേസ് സ്റ്റുഡൻസ് ആണ്. ബിക്കോസ് അവർക്ക് എത്രത്തോളം എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ എത്തിച്ചു, അവർക്ക് ഗ്രഹിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇവിടെ മെയിൻ ഫോക്കസ്. ബിക്കോസ് നമ്മൾ ടീച്ചേഴ്സ് ജസ്റ്റ് പോർഷൻസ് കംപ്ലീറ്റ് ആക്കുക എന്നല്ല, അവർക്ക് അത് എത്രത്തോളം എഫക്റ്റീവായിട്ട് തലയിൽ കയറി എന്നുള്ളതാണ് മെയിൻ ഫോക്കസ്. അവർക്ക് ആക്ച്വലി അത് ലേൺ ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? വിവിധ തരം ടെസ്റ്റ്, അസൈൻമെൻറ്റ്സ്, ഒബ്സർവേഷൻ, സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്സ്, റെസ്പോൺസസ്, ഇതൊക്കെ നമുക്ക് ലേണിംഗ് ഔട്ട്കം മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ലേണിങ്ങിൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ലേണിംഗ് ഈസ് എ റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ റിസൾട്ടിങ് ഫ്രം പ്രാക്ടീസ് ഓർ എക്സ്പീരിയൻസ്. അതായത് ലേണിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സ്റ്റുഡൻറ്റിൻ്റെ ബിഹേവിയറിൽ ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു ചേഞ്ച്, ഒരു പെർമനൻറ്റ് ചേഞ്ച് അവരുടെ ബിഹേവിയറിൽ പ്രാക്ടീസിലൂടെയോ എക്സ്പീരിയൻസിലൂടെയോ കാണാൻ പറ്റണം. ഓക്കെ, ഇതിനർത്ഥം നമ്മുടെ ലേണിങ്ങിന് 3 മെയിൻ ഫീച്ചേഴ്സാണുള്ളത്. ഒന്ന്, ചേഞ്ച് ഇൻ ബിഹേവിയർ. ആ ഒരു കാര്യം പഠിച്ച ശേഷം കുട്ടികൾ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കണം. മുമ്പ് എങ്ങനെയായിരുന്നോ ചിന്താഗതി എന്ന് വെച്ചാൽ അതിന് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റണം, അതുപോലെ ബിഹേവ് ചെയ്യാൻ പറ്റണം. ദെൻ ഒക്കേഴ്സ് ഡ്യൂ ടു എക്സ്പീരിയൻസ് ഓർ പ്രാക്ടീസ്. അതൊക്കെ ഉണ്ടാവുന്നത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസിലൂടെയാണ്. അതൊരു മാജിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമല്ല ലേണിംഗ് എന്ന് പറയുന്നത്. അത് ത്രൂ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്, പ്രാക്ടീസ്, റിയൽ എക്സ്പീരിയൻസസിലൂടെ വരുന്നതാണ്. പിന്നെ റിലേറ്റീവ്ലി പെർമനൻ്റ് ആണ് ആ ഒരു ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ. നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ സ്റ്റക്കായാൽ നമ്മൾ ത്രൂ ഔട്ട് ലൈഫ് അത് ഫോളോ ചെയ്യും. ചിലപ്പോൾ അത് ഒരു സ്പെസിഫിക് ടേംസ് നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഷുഡ് ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം, നോട്ട് ജസ്റ്റ് ടെമ്പററി. ഈ ഒരു ബിഹേവിയർ എന്നൊരു ടേമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റ് എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ പറയുന്നു, ഏത് വിധത്തിൽ ചിന്തിക്കുന്നു, ഏതൊക്കെ തരത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്, അതിന് വ്യക്തമായിട്ട് ആൻസേഴ്സ് പറയുന്നുണ്ട്. ദെൻ അസൈൻമെൻറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിലെ എല്ലാ കാര്യത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ, അതൊക്കെ ഉള്ളത് കൊണ്ടാണ്, അതൊക്കെ നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉള്ളത് കൊണ്ടാണ്, ലേണിംഗ് എഫക്റ്റീവായിട്ട് നടക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സോ ബിഹേവിയർ ഇൻ ലേണിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പിക്ചർ കാണിക്കുന്നത് ബേസിക് പ്രോസസ് ഓഫ് ലേണിംഗ് ആണ്. ഇത് ആദ്യം ലേണിങ്ങിൽ സംഭവിക്കുന്നത് റീഇൻഫോഴ്സ്ഡ് പ്രാക്ടീസ് ആണ്. ദെൻ ലേണിംഗ് നടക്കുന്നു, പിന്നെ അത് നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നു. ഓക്കെ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റീഇൻഫോഴ്സ്ഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു കാരണമാണ്. ദിസ് ഈസ് എ പ്രാക്ടീസ് സപ്പോർട്ടഡ് ബൈ റീഇൻഫോഴ്സ്മെൻറ്റ്. റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്കത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം, അത് ഒന്നുകിൽ
ടീച്ചേഴ്സിൻ്റെ ഒരു പ്രശംസയായിരിക്കാം, നല്ല മാർക്ക് കിട്ടിയതായിരിക്കാം, നല്ല ഫീഡ്ബാക്ക് കിട്ടിയതായിരിക്കാം, എന്തെങ്കിലും റിവാർഡ്സ് കിട്ടിയതായിരിക്കാം. ഇതൊക്കെ നമുക്കത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓരോ കാരണങ്ങളാണ്, റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, പിന്നെ ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നു. അത് നമ്മുടെ ലേണേഴ്സിൻ്റെ മൈൻഡിലാണ് നടക്കുന്നത്. അത് ടീച്ചറുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന കണ്ടൻറ്റുമായിട്ടുള്ള ആ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻറ്ററാക്ഷനാണ്. ഓക്കെ, ദെൻ നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുന്നു. അത് ഒരു ഔട്ട്കം ആണ് അല്ലേ. സോ ലേണിംഗ് റിസൾട്ട്സ് ഇൻ ലോങ് ലാസ്റ്റിംഗ് ചേഞ്ച് ഇൻ തിങ്കിങ്, ആക്ടിങ് ആൻഡ് റെസ്പോണ്ടിങ്. ഓക്കെ, ഇത് നമുക്ക് അത് പഠിച്ചത് നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വിധത്തിൽ ചിന്തിക്കാനും ആ വിധത്തിൽ ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർമനന്റ് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്താണ് ലേണിംഗ് നടന്നു എന്ന് പറയുന്നത്. ഈ ഒരു ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് ഒരു ഫൈനൽ റിസൾട്ടാണ്. അത് നമുക്ക് ടെസ്റ്റിലൂടെയും അസൈൻമെന്റ്സിലൂടെയും ഒബ്സർവേഷനിലൂടെ ഒക്കെ മെഷർ ചെയ്യാൻ പറ്റും. വരുന്നത് സബ് പ്രോസസ് ഓഫ് ലേണിംഗ് ആണ്, ഓർ സ്റ്റേജസ് ഓഫ് ലേണിംഗ്. 5 കാര്യങ്ങളിലാണ് ഈ ഒരു ലേണിംഗ് നടക്കുന്നത്. അക്വിസിഷൻ, ഓർഗനൈസേഷൻ, റിട്ടൻഷൻ, റീകോൾ ആൻഡ് ആപ്ലിക്കേഷൻ. ഓക്കെ, സോ അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ നോളജ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ നമുക്ക് ടീച്ചേഴ്സ് പല സ്ട്രാറ്റജി ഉപയോഗിച്ചും എയ്ഡ്സ് ഉപയോഗിച്ചും അവർ നന്നായിട്ട് എഫേർട്ട് ഇട്ട് ആ ഒരു ഇൻട്രാക്ഷനിലൂടെ നടക്കുന്നതാണ്. അത് നമ്മുടെ തലയിൽ കയറ്റുന്ന ഒരു സംഭവം അക്വിസിഷൻ എന്ന് പറയുന്നത്. കയറ്റിക്കഴിഞ്ഞ് ഇനി ഓർഗനൈസേഷൻ നടക്കുന്നത്, അതായത് ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്യുന്നു. ആ ഒരു കാര്യങ്ങൾ അത് ഇന്ന കാര്യമാണ്, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാന്നുള്ള നമ്മൾ മനസ്സിലാക്കി വെക്കും. നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ പെർസെപ്ഷൻ, അതാണ് ഓർഗനൈസേഷൻ. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് ഒരു അടുക്കും ചിട്ടയിലും ആക്കി വെക്കുന്നു. ഓക്കെ, ഇത് ഇന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ്, ഇത് മറ്റേതുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഇതുമായിട്ട് ബന്ധമല്ല, അങ്ങനെ നമ്മളൊരു ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മുടെ മൈൻഡിൽ. സോ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം കേട്ട കാര്യം പഴയ നമുക്ക് അറിയുന്ന ഒരു ഓൾഡ് നോളേജുമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ലിങ്ക് ചെയ്യാനൊക്കെ ശ്രമിക്കും. ഓക്കെ, ആ ഒരു മൈൻഡിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ഓർഗനൈസിങ് പ്രോസസ്സാണ് ഇത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ വരുന്നത് റിട്ടൻഷൻ, അതായത് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമുക്കത് പിന്നെയും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും. അതായത് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ മെമ്മറി, നമ്മളത് പിന്നെയും ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് തലയിൽ കയറ്റി വെച്ചത്. സോ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഗുഡ് ടീച്ചിങ് ആൻഡ് സ്റ്റുഡൻസ് റിവിഷൻ. അത് നന്നായിട്ട് പഠിപ്പിച്ചൊരു ടീച്ചേഴ്സ് പഠിപ്പിച്ചാൽ നമുക്ക് ഇപ്പോഴും 1-ലോ 2-ലോ ഒക്കെ നന്നായിട്ട് പഠിപ്പിച്ച ടീച്ചേഴ്സ് പറഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാവും. ബിക്കോസ് ദേ ആർ ഗുഡ് ടീച്ചേഴ്സ്. ആൻഡ് അതുപോലെ തന്നെ നമുക്കത് റിവൈസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓർമ്മ വരുന്നത്. ദെൻ ലോങ് ടൈം റിമെമ്പറിങ്ങിനും ഇത് സഹായിക്കും. ദെൻ അടുത്ത പ്രോസസ്സാണ് റീകോൾ എന്ന് പറയുന്നത്. റീകോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്കത് പ്രീവിയസ് നോളജ് പുറത്ത് യൂസ് ചെയ്യാൻ പറ്റണം. ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ന്യൂ ടോപ്പിക്സ് എടുക്കുന്നതിന് മുമ്പ് പഴയ ചാപ്റ്റേഴ്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്കൊന്നുകൂടി റിവൈസ്ഡ് ആവും അല്ലേ, നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റും. അത് പുതിയ കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി ഒന്നും കൂടി എളുപ്പമാക്കും. ഓക്കെ, സോ നമുക്ക് ഓരോ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PYQs ചെയ്യാൻ പറയാറുണ്ട്. അതൊക്കെ റീകോളിങ്ങിന്, റിട്രീവലിന് വളരെ ഉപകാരമുള്ള സംഭവമാണ്. ദെൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക. നമ്മുടെ ഒരു ന്യൂ പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമുക്ക് സോൾവ് ചെയ്യാൻ ആ ഒരു നോളജ് ഉപകാരമായെങ്കിൽ അത് ആപ്ലിക്കേഷൻ മൂലമാണ്. ഓക്കെ, സോ ഷോസ് റിയൽ അണ്ടർസ്റ്റാൻഡിങ്, കൺഫേംസ് ദാറ്റ് ലേണിംഗ് ഹാസ് ട്രൂലി ടേക്കൻ പ്ലേസ്. അതായത് നമുക്ക് ആ നോളജ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിനർത്ഥമാണ് നമ്മൾ റിയൽ ലൈഫിൽ അത് നമ്മുടെ ഇഷ്യൂസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ്സ് നടക്കണമെങ്കിൽ ടീച്ചേഴ്സ് എന്തൊക്കെ ചെയ്യണം? ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? ലേണിംഗ് ആക്ടിവിറ്റീസിലൂടെ അത് പഠിപ്പിക്കണം. അതായത് ലേണിംഗ് ആക്ടിവിറ്റീസ് ആദ്യം ഡിസൈൻ ചെയ്ത് വെക്കണം, അത് ഡെവലപ്പ് ചെയ്യണം, അത് ക്ലാസ്സിലെ ലെസൺസിൽ നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അത് സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് പ്രോഗ്രസ്സിൽ മോണിറ്റർ ചെയ്യും വേണം. ഇനി നമ്മുടെ ലേണിംഗ് നടക്കുമ്പോൾ അത് എഫക്റ്റീവായിട്ട് നടക്കണമെങ്കിൽ അതിൽ അസസ്മെൻറ്റിൻ്റെ റോൾ എന്താണ്? ഒരു എക്സാം നടത്തുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു അസസ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ലേണിംഗ് നമ്മുടെ സ്റ്റുഡൻസ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ഇനി ഓരോ ചാപ്റ്ററും പഠിപ്പിക്കുമ്പോൾ ടീച്ചേഴ്സിന് ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ട്, ഇന്ന കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പഠിക്കുന്നത്. അപ്പോൾ അത് അവിടെ എത്തിയിട്ടുണ്ടോ, കുട്ടികളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും ഈ ഒരു അസസ്മെൻറ്റ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി എന്ത് പഠിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്? അപ്പോൾ അതിനുള്ള ആൻസർ നമുക്ക് ലേണിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസും
നമ്മുടെ എഫക്റ്റീവ്നെസ്സിനെ എന്തൊക്കെ ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയാൽ നമുക്ക് ആ ഒരു 2 ക്വസ്റ്റ്യന് ആൻസർ കിട്ടും. ഓക്കെ, വേരിയബിൾസ് അഫക്റ്റിംഗ് ലേണിംഗ്. എന്തൊക്കെ കാര്യങ്ങളാണ് ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണല്ലേ, അപ്പോൾ ഓരോരുത്തർക്കും ചില സന്ദർഭങ്ങൾ, ചിലർ വിഷ്വൽ ലേണേഴ്സ് ആയിരിക്കും, ചിലർക്ക് ഇന്ന സ്ഥലത്തുനിന്ന് പഠിച്ചാൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും. എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ലേണിങ്ങിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് വേരിയബിൾസ് ഉണ്ട്. ഇൻഡിവിജ്വൽ വേരിയബിൾ ഉണ്ട്, ടാസ്ക് വേരിയബിൾ ഉണ്ട്, എൻവയോൺമെൻറ്റൽ വേരിയബിളും ഉണ്ട്. ദെൻ ഇൻഡിവിജ്വൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്വിൻസ് പോലും അവരും പോലും ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത്. അവർക്ക് ഡിഫറെൻറ്റ് എബിലിറ്റീസും ബിഹേവിയേഴ്സും ആയിരിക്കും ഉണ്ടാവുക. സോ ഒരിക്കലും എല്ലാ സ്റ്റുഡൻസും ഒരുപോലെയല്ല. അവരുടെ ഡിഫറൻസസിന് കാരണം ഒന്ന് അവരുടെ ബോഡി സ്ട്രക്ചർ വ്യത്യാസം ഉണ്ടായിരിക്കും, അവരുടെ ഇൻ്റലിജൻസ് കപ്പാസിറ്റി, അവരുടെ കഴിവുകൾ, അവരുടെ ജെൻഡർ ആൻഡ് അവരുടെ ഏജ്, അവരുടെ ടെമ്പറാമെൻറ്റ്, സൈക്കോളജിക്കൽ മെച്യൂരിറ്റി, മാനസികമായിട്ടുള്ള ഒരു വളർച്ച, ദെൻ ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, മോട്ടിവേഷൻ ആൻഡ് ഹാബിറ്റ്സ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ടീച്ചിങ് ആൻഡ് ലേണിംഗ് സ്റ്റൈൽസ് എല്ലാം വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇതെങ്ങനെയാണ് ലേണിങ്ങിൽ എഫക്റ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ഓരോ കുട്ടികളെയും ഓരോരുത്തർക്കും പഠിക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് മോട്ടിവേഷൻ ആയിരിക്കും. ചിലർക്ക് വീട്ടിൽ ഉള്ള ദാരിദ്ര്യമായിരിക്കാം, ചിലർക്ക് നന്നായിട്ട് പഠിച്ച് എവിടെ എത്തണം, അച്ഛനെ പോലെ റിച്ച് ആവണം എന്നുള്ളൊരു മോട്ടിവേഷൻ ആയിരിക്കാം. ചിലർക്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു ഇതിലായിരിക്കും മോട്ടിവേറ്റ് ചെയ്യുക. ചിലർക്ക് എനിക്കിത് സ്വയം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ള ഒരു നോളജ് സീക്കിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം. സോ ഇതൊക്കെ മോട്ടിവേഷനിൽ പെടും. ദെൻ ഓരോരുത്തരുടെ സ്പീഡ് ഓഫ് ലേണിങ് വ്യത്യാസമാണ്. ദെൻ ഇൻട്രസ്റ്റ് ലെവൽ വ്യത്യാസമാണ്. പിന്നെ ഓരോ ടീച്ചറോടും ഓരോ സബ്ജക്റ്റിനോടും ഓരോ ആറ്റിറ്റ്യൂഡായിരിക്കും കുട്ടികൾക്ക്. നമുക്ക് ചെറുപ്പത്തിൽ ചില മാത്സ് ടീച്ചേഴ്സ്, ക്ലീഷേ ഡയലോഗാണ്, മാത്സ് ടീച്ചേഴ്സിനെ ഇഷ്ടമില്ല എന്നുള്ള ആ ഒരു സബ്ജക്റ്റിനോടുള്ള വെറുപ്പായിരിക്കാം, അവരോടുള്ള ആറ്റിറ്റ്യൂഡായിരിക്കാം. ഓക്കെ, സോ ഇതൊക്കെ ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിൽ നമ്മുടെ ടീച്ചേഴ്സിന് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ടീച്ചിങ് സ്റ്റൈലുമായിട്ട് എല്ലാ കുട്ടികളും ഒത്തുപോകണമെന്നില്ല. ഓക്കെ, പിന്നെ അതുപോലെ നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ക്ലാസ് റൂം ആണെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഓരോ ടീച്ചിങ് സ്റ്റൈൽസ്. പിന്നെ ഓരോ കുട്ടികൾക്കും വേണ്ടിയിട്ടും ഓരോ സ്പെഷ്യൽ എഫേർട്ട് ഇടുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് സംതിങ് വിച്ച് മേക്സ് ദം ഡിഫിക്കൾട്ട്. ഓക്കെ, ഈ ടാസ്ക് വേരിയബിൾസ് നോക്കുകയാണെങ്കിലും നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്ന കണ്ടന്റ് ഒരുപോലെ ആയിരിക്കില്ല. ചിലത് തിയററ്റിക്കലായിരിക്കും, ചിലത് സ്കിൽ ബേസ്ഡ് ആയിരിക്കും, ചിലതിന് ഇത്ര എക്സ്പ്ലനേഷൻ വേണ്ടി വരില്ല. സോ ലേണിംഗ് ടാസ്കുകൾ ഒരുപാടുണ്ട്. ചിലത് സിമ്പിളായിരിക്കാം, പിന്നെ കോംപ്ലെക്സ് ആയിരിക്കാം, കോൺക്രീറ്റ് ആയിരിക്കാം, അബ്സ്ട്രാക്റ്റ് ആയിരിക്കാം, നോളജ് ബേസ്ഡ് ആയിരിക്കാം, സ്കിൽ ബേസ്ഡ് ആയിരിക്കാം, ആറ്റിറ്റ്യൂഡ് ബേസ്ഡ് ആയിട്ട് നമ്മുടെ ഓരോ സബ്ജക്റ്റ് നോക്കിയാൽ മതി. സയൻസ്, സോഷ്യൽ സയൻസ്, പിന്നെ മലയാളം, ഉറുദു, ഹിന്ദി, അങ്ങനെ ഓരോന്നിനും ഓരോ കാറ്റഗറി രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടി വരിക. സോ അതിനൊക്കെ ചിലത് കോഗ്നിറ്റീവ് ഡൊമൈനുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ചിന്തിക്കാനുള്ള, അനലൈസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ചിലത് നമ്മുടെ ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചിലതിന് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സൈക്കോമോട്ടർ, നമ്മുടെ ബോഡി മൂവ്മെൻറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും പഠിക്കേണ്ടത്. സോ ഇതൊക്കെ ലേണിങ്ങിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാസ്ക് നീഡ് ഡിഫറെൻറ്റ് ടീച്ചിങ് മെത്തേഡ്സ്. ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ കോംപ്ലെക്സ് ഓർ അബ്സ്ട്രാക്റ്റ് ടോപ്പിക്സിനൊക്കെ ഒരുപാട് എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. നമ്മൾ എൻവയോൺമെൻറ്റൽ വേരിയബിൾസ് നോക്കുകയാണെങ്കിൽ എൻവയോൺമെൻറ്റൽ വേരിയബിൾസ് നമ്മുടെ ഓരോ കുട്ടികളും പഠിക്കുന്ന എൻവയോൺമെൻറ്റ് വ്യത്യാസം ഉണ്ടാകും. ചിലർക്ക് നല്ല നേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തിരുന്ന് നന്നായിട്ട് പഠിക്കുന്നതൊക്കെ, ചിലർക്ക് ഒറ്റ മുറിയിലിരുന്ന് പഠിക്കുന്നതാണ് ബെസ്റ്റ്, ചിലർക്ക് ഗ്രൂപ്പായിട്ട് പഠിക്കുന്നതാണ്. സോ ലേണിംഗ് എൻവയോൺമെൻറ്റിനെ നമുക്ക് കുറച്ച് ടൈപ്സ് ആയിട്ട് തിരിക്കുകയാണെങ്കിൽ ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ, ടീച്ചിങ് മെത്തേഡ്സ് യൂസ്ഡ് ഓർ സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പേഷൻ, ഇങ്ങനെയൊക്കെ ആയിട്ട് തിരിക്കാം. ഇതിൽ നമുക്ക് ഡെമോക്രാറ്റിക്കും ഓട്ടോക്രാറ്റിക്കും ഉണ്ട്. ഡെമോക്രാറ്റിക് മീൻസ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു, കുട്ടികൾ തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഇൻട്രാക്ട് ചെയ്യുന്നു, അവരുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞുകൊണ്ടാണ് അവിടെ ലേണിംഗ് നടക്കുന്നത്. ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് മാത്രം, ഒരു ലെക്ചർ മെത്തേഡ് എന്ന് പറയാം, ടീച്ചേഴ്സ് മാത്രം ഇങ്ങനെ പറയുന്നു, കുട്ടികൾ എന്ത് ചെയ്യുന്നു, പാസീവായിട്ടിരിക്കുന്നു. ഓക്കെ, സോ ഇതാണ് ഡെമോക്രാറ്റിക്കും ഓട്ടോക്രാറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഡെമോക്രാറ്റിക് ആണെങ്കിൽ അത് സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആണ്, എൻകറേജസ് പാർട്ടിസിപ്പേഷൻ, ഗ്രൂപ്പ് ഡിസ്കഷൻസും പ്രൊജക്റ്റും ഒക്കെ ഉണ്ടാവും, ബെറ്റർ ഫോർ എഫക്റ്റീവ് ലേണിംഗ്. ഇനി ഓട്ടോക്രാറ്റിക് ആണെങ്കിൽ ടീച്ചറാണ് അതിലെ സെൻറ്റർ.
ലെക്ചർ മെത്തേഡാണ് അതിൽ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് കുട്ടികൾക്ക് ലിസൺ ചെയ്യുക എന്നുള്ളൊരു ഒരു ടാസ്ക് മാത്രമേ ഉള്ളൂ. ദെൻ ലെസ് എഫക്റ്റീവാണ്, അത് അത്ര എഫക്റ്റീവ് ആയിക്കൊള്ളണമെന്നില്ല, കാരണം അവിടെ ഇൻട്രാക്ഷൻ നടക്കുന്നില്ല. ഓക്കെ, ലേണിംഗ് എന്താണെന്ന് പഠിച്ചു. ഇനി ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് നോക്കുന്നത്. ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്, അവിടെ ടീച്ചേഴ്സിന് റോളില്ല. ഇവിടെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഓക്കെ, ഒരു എക്സ്റ്റേണൽ പ്രോസസ്സാണ്, ഇറ്റ് ഈസ് ഡൺ ബൈ ടീച്ചർ. ഓക്കെ, ഇതിന് ഗാഗൻ 1971 ഒരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ ഈസ് എ സെറ്റ് ഓഫ് ഇവൻറ്റ്സ് എക്സ്റ്റേണൽ ടു ദ ലേണർ ഡിസൈൻഡ് ടു സപ്പോർട്ട് ദ ഇന്റേണൽ പ്രോസസ് ഓഫ് ലേണിംഗ്. അതായത് ലേണിംഗ് നടക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് സെറ്റ് ചെയ്യുന്ന ഇവൻറ്റ്സ്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇതിലുള്ള ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ലേണേഴ്സുമായിട്ട് ബന്ധമല്ല, അത് എക്സ്റ്റേണൽ ടു ലേണേഴ്സാണ്. ഇതിൽ ഒരുപാട് സെറ്റ് ഓഫ് ഇവൻറ്റ്സ് ഉണ്ടാവും. ഇതൊക്കെ ടീച്ചേഴ്സാണ് പ്ലാൻ ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്നതും. ഈ ഒരു ഇവൻറ്റ്സ് നമ്മുടെ ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനും അത് സൗകര്യപ്പെടുത്താനും വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പ്രവൃത്തിനെ, ഒരു ആക്ടിവിറ്റി നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് നടക്കുമ്പോൾ ആ എക്സ്പെരിമെൻറ്റിൻ്റെ വേഗത കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന സംഭവങ്ങളാണ് കാറ്റലിസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇൻസ്ട്രക്ഷനിൽ ടീച്ചേഴ്സിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ലേണിംഗ് എക്സ്പീരിയൻസ് നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്യൂട്ടബിൾ ഡിസൈൻ ഉണ്ടാക്കണം. അതൊരു പ്രോപ്പർ ടീച്ചിങ് മെത്തേഡ്സും മീഡിയം യൂസ് ചെയ്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കണം. പിന്നെ ക്ലാസ് എന്ത് ചെയ്യണം, അത്ര ലേണിംഗ് അത്രയും ഈസി ആക്കാൻ, അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് നടക്കും ആ ഒരു രീതിക്ക് വേണം ആ ഒരു ഇൻസ്ട്രക്ഷനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത്രയ്ക്കും വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ഒക്കെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, വരുന്ന ഏരിയയാണ് ഡൊമൈൻസ് ഓഫ് ലേണിംഗ്. കോഗ്നിറ്റീവ്, സൈക്കോമോട്ടോർ, എഫക്റ്റീവ്. ഇത് മിക്ക ആൾക്കാർക്കും അറിയുന്ന ഏരിയ ആയിരിക്കും, മിക്ക എക്സാംസിനും ഉണ്ടാകുന്നതാണ്. കോഗ്നിറ്റീവ് മീൻസ് നമ്മുടെ തിങ്കിങ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സൈക്കോമോട്ടോർ നമ്മുടെ ബോഡി മൂവ്മെൻറ്റ് ബേസ്ഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ എഫക്റ്റീവ് നമ്മുടെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഓരോ ക്വാളിറ്റീസ് ലൈക്ക് വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയേഴ്സ്, ഇതൊക്കെ അതിൽ പെടും. ദെൻ നമുക്ക് കോഗ്നിറ്റീവ് ഡൊമൈൻ നോക്കുകയാണെങ്കിൽ ഇത് നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ ഓർമ്മകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിശദീകരണങ്ങൾ, നമ്മുടെ ഇവാലുവേഷൻ പ്രോസസ്സ്, നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെ അതിൽ പെടുന്നതാണ്. ഇതിന് മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സ്കിൽസ് ആണ്. മെൻ്റലി നമ്മുടെ മനസ്സിൽ എത്രത്തോളം നമ്മുടെ ആക്ടിവിറ്റീസ് നടക്കുന്നു എന്നുള്ളതാണ്. എക്സാമ്പിൾ, നമ്മുടെ വളരെ ടഫായിട്ടുള്ള എക്സാംസ് നമ്മൾ ആൻസർ ചെയ്യുന്നു, പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു, ഒരു പോം അനലൈസ് ചെയ്ത് അതിൻ്റെ ക്രിട്ടിക്കൽ അനാലിസിസ് എഴുതുന്നു. ഇതൊക്കെ നമ്മുടെ തിങ്കിങ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ എഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഹാർട്ട് ബേസ്ഡ് ആണ്. നമ്മുടെ ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡ്സ്, നമ്മുടെ ഇമോഷൻസ്, സോഷ്യൽ ബിഹേവിയേഴ്സ് ഒക്കെ പെടും. നമ്മുടെ പങ്ക്ച്വാലിറ്റി, ടീം വർക്ക്, ലീഡർഷിപ്പ്, ഓണസ്റ്റി, പാട്രിയോട്ടിസം, എമ്പതി, ഇതൊക്കെ പെടും. ഇതൊന്നും നമുക്കൊരാൾ ഇന്നതാണ് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ച് തരുന്നതല്ല, ഒക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ജനറ്റിക്കലി കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, കണ്ടുപഠിക്കുന്നതുണ്ടാവും, നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇംബൈബ് ചെയ്ത കാര്യങ്ങളും ഉണ്ടാവും. ദെൻ ഇത് നമ്മളെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ്സ് നമ്മൾ കണ്ടിട്ട് നമ്മൾ കോപ്പി ചെയ്തതും ആവാം. ലൈക്ക് നമ്മൾ ടീച്ചേഴ്സിൻ്റെ ബിഹേവിയർ കണ്ടിട്ട്, ടീച്ചേഴ്സ് എപ്പോഴും ഒരു റോൾ മോഡൽ ആവണമെന്ന് പറയാറുണ്ടല്ലോ. സോ അതുപോലെ ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് ഡിസ്കഷൻസ്, റോൾ പ്ലേ, പ്രൊജക്ട്സ്, ഗെയിംസ്, ഇതിലൂടെയൊക്കെ മറ്റൊരാളുടെ ബിഹേവിയേഴ്സ്, സംസാരം, ഇതൊക്കെ നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ കുറേ കാലം നമ്മളിപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ പല ക്ലാസ്സസും നമുക്കിപ്പോഴും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നമ്മൾ ഓർക്കുന്നുണ്ടാവും. ബിക്കോസ് അവരത്രയും ഗുഡ് ടീച്ചേഴ്സ് ആയിരിക്കും. അവരുടെ ടോക്കിംഗ് സ്റ്റൈല് പോലും നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുക, നമ്മളറിയാതെ അവരുടെ ഏതെങ്കിലും റിപ്പീറ്റായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ യൂസ് ചെയ്യുക, ഇതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതൊക്കെ റിലേറ്റഡ് ടു എഫക്റ്റീവ് ഡൊമൈൻ. പിന്നെ വരുന്നതാണ് സൈക്കോമോട്ടർ ഡൊമൈൻ. അത് ഹാൻഡ്സ് സ്കിൽസ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, ബോഡി മൂവ്മെൻറ്റ്സ്. ഓക്കെ, ഇത് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മോട്ടോർ സ്കിൽസ് ആണ്. അതായത് മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുക, എഴുതുക, വരയ്ക്കുക, ഡ്രൈവ് ചെയ്യുക, നിറ്റിങ് ചെയ്യുക, വീവിങ്, സ്വിമ്മിങ്, ഇതൊക്കെ അതിൽ പെടും. ഇതിലൊക്കെ ബോഡി മൂവ്മെൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ നമ്മളിപ്പോൾ ഒരു കാര്യം പഠിക്കുക, ഇപ്പോൾ ഡ്രൈവിങ് പഠിക്കുക എന്ന് വിചാരിക്കുക. ആദ്യം ഡെമോ കാണിച്ചു തരും, പിന്നെ അത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും, ഡ്രിൽ ചെയ്യും, അവസാനം ഫീഡ്ബാക്ക് നമ്മുടെ ക്വാളിഫൈ ചെയ്ത് ലൈസൻസ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. സോ അത് ഓർത്ത് വെച്ചിട്ട് ഈ ഒരു ഏരിയ ഓർത്ത് വെക്കുക. ദെൻ സ്കിൽസ് ഇംപ്രൂവ് ത്രൂ കണ്ടിന്യൂസ് പ്രാക്ടീസ്. ഇതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, ഇപ്പോൾ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കതിൽ
ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ലാബ് വർക്ക്ഷോപ്സ്, ആക്ടിവിറ്റി ഹാൾസ് ഇതൊക്കെ മോസ്റ്റ്ലി ഡെവലപ്പ് ചെയ്യുന്നത് അവിടെയാണ്. ഓക്കെ, സോ ദീസ് ആർ ദ പോയിൻറ്റ്സ് ദാറ്റ് കംസ് അണ്ടർ ദ ചാപ്റ്റർ 1. നിങ്ങൾക്ക് ഈ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ടെലഗ്രാം ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അതിൽ ഇത് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ എക്സാമിന് നിങ്ങൾക്കത് നോക്കി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.